ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി നമ്മൾ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ജനറൽ സർവീസും പറഞ്ഞായിരുന്നു, എല്ലാ ഭാഗങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇത് ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റാതായിരുന്നല്ലോ, ബാക്കിലെ ബ്രേക്സ് ഒന്ന് മാറ്റണം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് അതിൻ്റെ റോളർ വെയിറ്റൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ കൂടെ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ക്ലച്ചിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ക്ലച്ച് പുള്ളിയാണ്, ബെൽറ്റ് വരയ്ക്കുന്ന ക്ലച്ച് പുള്ളിയാണ്. അതിൻ്റെ ഈ പിന്നുകൾ, റോളർ പിന്നുകളും റോളർ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വേണം. അതിൻ്റെ പിന്നും റോളറും മാറ്റിക്കൊന്ന് റീസെറ്റ് ചെയ്യണം. അതിൻ്റെ ബെൽറ്റൊന്നും അതിന് നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. ബെൽറ്റൊക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വീലൊക്കെ നൈറ്റ് ക്ലീൻ ചെയ്താൽ മതി, വേറെ നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അതുപോലെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആയിരുന്നു. അതായത് നമ്മളുടെ ബാറ്ററി കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.9 ആ റേഞ്ച് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. പ്ലഗും വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്ററാണ്, അത് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമില്ല. നമുക്ക് എഞ്ചിൻ ഓയിൽ ഉണ്ടോ, എഞ്ചിൻ ഓയിൽ തീരെ എഞ്ചിൻ ഓയിൽ ഇല്ല കേട്ടോ. ആറുള്ള ഓയിലിടാം. നമുക്കിതിന് 800 മില്ലി ഓയിലോളം വരും. ആറുള്ള ഓയിലാണ്, ഒരു 100 മില്ലി ഓയിൽ തികച്ചില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ എഞ്ചിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം. അങ്ങനെ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഇവിടെ വരുന്ന എഞ്ചിൻ ഹാങ്ങറിൻ്റെ ബുഷ് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ഉണ്ട് ഈ ഒരു ബുഷിന്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയും ഭാഗമല്ല അയച്ചതെങ്കിൽ നമുക്ക് കയ്യോടെ നമുക്ക് അതുകൂടി മാറ്റിത്തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും വർക്ക് കൂടി ചെയ്ത് പെയിൻറ്റിങ് വർക്കിൻ്റെ പിന്നാലെ നമ്മൾ അത്രയും വർക്ക് കൂടി ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ തീരുന്നതിനനുസരിച്ചിട്ട് കോൺടാക്ട് ചെയ്തോളാം.